ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക്. മലയാള സിനിമ ഫലസൂചിക 2024 പാർട്ട് 2. പാർട്ട് 1, അതായത് ഫസ്റ്റ് ഫേസ് ജനുവരി ടു ജൂൺ, അതിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഫേസ് പാർട്ട് 2 ജൂലൈ ടു ഡിസംബർ കമ്പാരിറ്റീവ്ലി ഡള്ളാണ്. അതിൽ തന്നെ ജൂലൈ എന്ന് പറയുമ്പോൾ ഒരു സിനിമയും വിജയിക്കാത്തൊരു മാസം, ഒരുപാട് വാണങ്ങൾ ചീറ്റിപ്പോയിട്ടുള്ള ഒരു മാസമാണ് ജൂലൈ. ഈ അവസരത്തിൽ ഒരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം പക്കി FM-ലൂടെ. ചീറ്റിപ്പോയ ഇലിവാണങ്ങൾ. പുസ്തകം എഴുതിയിരിക്കുന്നത് A.P.P.A.N. ആണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. കോഡ് പക്കി കോക്ക് 123. ജൂലൈ മാസത്തിലെ ആദ്യ സിനിമ തന്നെ നല്ല ഐശ്വര്യമാണ്. ഓപ്പൺഹൈമർ ഓഫ് മോളിവുഡ്, അദ്ദേഹത്തിൻ്റെ സിനിമ. ഇഹലോഹ പറഗുണ്ട് പാർട്ട്നേഴ്സ്, നവീൻ ജോൺ സംവിധാനം. തിയേറ്ററിൽ 1 പൊട്ടിത്തെറി സമ്മാനിച്ചുകൊണ്ട് ആളെ ഞാൻ പറയണ്ടല്ലോ, നായകൻ്റെ പേര് പറയണ്ടല്ലോ. കനകരാജ്യം സംവിധാനം സാഗർ ഹരി. കുറേ വർഷങ്ങൾ പെട്ടിയിൽ കിടന്ന് ആ പെട്ടിയിൽ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് FDFS കഴിഞ്ഞ് ആ പെട്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുള്ള പെട്ടമണ്ണ് കനകരാജ്യം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഇടിയൻ ചന്തു. ശ്രീജിത്ത് വിജയൻ സംവിധാനം. സിനിമയുടെ പേര് ഇടിയൻ ചന്തു എന്നാണെങ്കിലും ചന്തു ഇടികൊണ്ട് തൂറുന്ന ഒരു സിനിമയാണ് ഇടിയൻ ചന്തു. ക്ലൈമാക്സിൽ ബാഹുബലിയിലെ യുദ്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആധുനിക മെഷീനറീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളും അധ്യാപകരും എല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഭാരവട്ടമായിരുന്നു ഇടിയൻ ചന്തു. തിയേറ്ററിൽ 1 ബോംബ് സ്ഫോടനം നടത്തിയിട്ടുള്ള സിനിമ. OTT ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ നിലത്തേക്ക് വന്നിട്ടേയില്ല. വിശേഷം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ സൂരജ് ടോം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ഒരു ഇടത്തര സിനിമ, ഒരു ഇടത്തരത്തിൽ തിയേറ്ററിൽ വന്നിട്ട് ഓടിപ്പോയി. OTTയിൽ വന്നപ്പോഴും ഇടത്തരം അഭിപ്രായം. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇടത്തരം സെറ്റപ്പാണ് വിശേഷം. അടുത്തത് 2 സിനിമകൾ ഒരുമിച്ചാണ്. കാരണം ഈ 2 ബോംബ് നിർമ്മിച്ചിരിക്കുന്ന ഒരാളാണ്, AKB കുമാർ. ആരാണ് AKB കുമാർ? ആരാണ് അയാൾ? കേരളം തേടുകയാണ്. കാരണം 2 സ്ഫോടനം, സ്ലീപ്പർ സെല്ലിലൊക്കെ പരിപാടി പോലെ ഒരേ സമയം 2 സ്ഫോടനം. അജ്ഞാതൻ AKB കുമാർ. ഒന്നാമത്തത് നോ എവിഡൻസ്. അത് തിയേറ്ററിൽ പൊട്ടിയതിന് യാതൊരു എവിഡൻസും ഇല്ല. വന്നു, പൊട്ടി, പോയി. രണ്ടാമത്തത് ഐ വിറ്റ്നസ്. ഒരു വിറ്റ്നസ് പോലും ഇല്ല ഇത് പൊട്ടിത്തെറിച്ചതിന്. തിയേറ്ററിലെ സെക്യൂരിറ്റി പോലും കാര്യം കാണാത്ത സിനിമ ഐ വിറ്റ്നസ്. അങ്ങനെ 2 ബോംബുകൾ ഒരേ സമയം പൊട്ടിച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം ബോംബ് നിർമ്മാണ കമ്പനിയുടെ അജ്ഞാത ഓണറാണ് ഈ 2 സംവിധാനം ചെയ്തിരിക്കുന്നത് AKB കുമാർ. ലെവൽ ക്രോസ്. അർഫാസ് അയ്യൂബ് ഡയറക്ടർ, ആസിഫ് അലി അഭിനയിച്ചിട്ടുള്ള സിനിമ. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ തിയേറ്ററിൽ ഓടിയില്ല, സംഭവം ഓടിയില്ല. അതാണ് നമ്മുടെ ലെവൽ ക്രോസ്. മറിമായം ടീമിൻ്റെ പഞ്ചായത്ത് ജെട്ടി. ഒരു പഞ്ചായത്തിൽ പോലും ഓടാത്ത സിനിമ, പ്രൊഡ്യൂസറുടെ ജെട്ടി കയറിയ സിനിമ. അതാണ് പഞ്ചായത്ത് ജെട്ടി. 8 നിലയിൽ പൊട്ടി. അങ്ങനെ ധ്യാനിൽ തുടങ്ങി ധ്യാനിൽ അവസാനിക്കുകയാണ് ജൂലൈ. പാർട്ട്നേഴ്സിൽ തുടങ്ങി സീക്രട്ട് SN സ്വാമിയുടെ സിനിമയാണ്. 16 നിലയിൽ പൊട്ടിത്തെറിച്ച ഒരു മലങ്കൾട്ട്. അത്രേ പറയാനുള്ളൂ, കൂടുതൽ പറയണ്ടല്ലോ. ധ്യാനിൻ്റെ സിനിമയാണ്. ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കർക്കിടകമാണ്. കർക്കിടകത്തിലെ ആ പഞ്ഞക്കാലവും അരിയിലെത്ത അവസ്ഥയും. ഈ അവസരത്തിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. ചാവൽ ചൽ അന്തർഘാടി താടി ഏജൻ്റ് എഴുതിയിട്ടുള്ള ഈ പുസ്തകം ഒരു അരിവെപ്പുകാരൻ്റെ കഥനകഥ. ഇത് പക്കി FM-ൽ വായിക്കുവാനായി പക്കി കോക്ക് 123 എന്ന് കോഡമർത്തുക. ഓഗസ്റ്റിൻ്റെ ബിഗിനിങ് തന്നെ വലിയ ഷെല്ലാക്രമണമാണ് നേരിട്ടത്. അതും ഇന്ത്യയിൽ നിന്നുള്ള അങ്ങ് അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ മലയാളികൾ വക്ക. സിനിമ ചെക്ക്മേറ്റ്. സംവിധായകൻ രതീഷ്. സൂപ്പർ ജിന്ദഗി ഡയറക്ടർ വിൻറ്റേഷ്. ധ്യാനിൻ്റെ ഒരു കുഴിബോംബ്. തിയേറ്ററിൽ കുഴിബോംബ് കുഴിച്ചിട്ടു, ആരും വന്നില്ല, എല്ലാവരും അതുകൊണ്ട് രക്ഷപ്പെട്ടു. അഡിയോസ് അമീഗോ. നഹാസ് നാസർ ഡയറക്ടർ, ആസിഫ് അലി നായകൻ. തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം വന്നിട്ടുള്ള സിനിമയാണ്. പക്ഷേ OTT ഇറങ്ങിയപ്പോൾ വലിയ രീതിക്ക് അപ്രീഷിയേഷൻ കിട്ടിയുള്ള സിനിമ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ. ആസിഫിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. റീൽസിൽ ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാട്ടും ഉള്ള ഒരു സിനിമയാണ് അഡിയോസ് അമിഗോ. ഓർമ്മചിത്രം. സംവിധായകൻ ഒരു വഴിപോക്കൻ. ആരാണ് ആ വഴിപോക്കൻ? എന്തായാലും ഒരു ചാവേറാണ്, സ്വയം പൊട്ടിത്തെറിക്കുന്ന ആളാണ്. പേരില്ല, ഒരു വഴിപോക്കൻ. തിയേറ്ററിൽ വന്നു, പൊട്ടിത്തെറിച്ചു. പക്ഷേ അഗെയിൻ ആളപായമില്ല, കാരണം ആരും ഉണ്ടായിരുന്നില്ല. നുണക്കുഴി. ജീത്തു ജോസഫ്, ബേസിൽ ജോസഫ് വിജയിച്ച സിനിമയാണ്. ടിപ്പിക്കൽ ക്ലീഷേ ഓൾഡ് സ്കൂൾ വളിച്ച കോമഡി കണ്ട ഒരു സിനിമയാണ്.
പക്ഷേ എങ്ങനെയൊക്കെയോ ബേസിലിൻ്റെ റോളവും ജീത്തുവിൻ്റെ ബ്രാൻഡ് വാല്യൂയും കൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരു സിനിമയാണ് നുണക്കുഴി. വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്, വൺ ഹിറ്റ് പിള്ളേരെ ഏറ്റെടുത്തിട്ടുള്ള പടം. വാഴയിലെ ബനാന പാട്ട് ഇപ്പോഴും ഹിറ്റാണ്. ഇനി സ്ത്രീ ജനങ്ങളുടെ വരവാണ്. നിരത്തി 3 നല്ല വീര്യമുള്ള ബോംബുകളാണ് പൊട്ടിച്ചത്. ബോംബുകൾ ആർക്കും പൊട്ടിക്കാം, അതിൽ സ്ത്രീയും പുരുഷനും എന്നൊന്നുമില്ല, എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പഴയകാല നടിമാരായിട്ടുള്ള മഞ്ജു വാര്യർ ഇപ്പോഴും ആക്റ്റീവാണ്. ഭാവന, അതുപോലെ മീര ജാസ്മിൻ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ 3 ബോംബുകളാണ് പൊട്ടിയിട്ടുള്ളത്. മഞ്ജു വാര്യരുടെ സിനിമ എന്ന് പറയുന്ന ഫൂട്ടേജ് പരീക്ഷണ ചിത്രമാണ്. ഷൈജു ശ്രീധരൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. വൻ പരീക്ഷണം ആണ് നടത്തിയിട്ടുള്ളത്. ബോംബ് പരീക്ഷണമായിരുന്നു. പരീക്ഷണം വിജയിച്ചു. 8 നിലയിൽ പൊട്ടി. പിന്നെ സംവിധായകൻ ഷാജി കൈലാസും ഭാവനയും ചേർന്നിട്ടുള്ള സിനിമ ഹണ്ട്. ബോക്സ് ഓഫീസ് ഹണ്ട് ലക്ഷ്യമിട്ട് വന്നിട്ടുള്ള സിനിമ 8 നിലയിൽ പൊട്ടി. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഷാജി കൈലാസ് കം ബാക്ക്. ഇനി അടുത്തത് പാലും പഴവും വി കെ പ്രകാശിൻ്റെ സിനിമയാണ്. മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുള്ള സിനിമ 8 നിലയിൽ പൊട്ടി. 1 കിലോ മൈസൂർ പഴത്തിൻ്റെയോ 1 പാക്കറ്റ് പാലിൻ്റെയോ പോലും കാശ് കിട്ടാതെ തിയേറ്റർ വിട്ട സിനിമ, അതാണ് പാലും പഴവും. വിരുന്ന് സാക്ഷാൽ കണ്ണൻ താമരകുളത്തിൻ്റെ സിനിമ. 2020 മുതൽ പെട്ടിയിൽ കിടക്കുന്ന സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്ന പെട്ടിയിൽ ആണിയടിച്ചു പൊട്ടി. ഭരതനാട്യം കൃഷ്ണദാസ് മുരളി ഡയറക്ടർ, സൈജു കുറുപ്പ്. തിയേറ്ററിൽ വൻ വിജയമായില്ല. പക്ഷേ OTT ഇറങ്ങിയപ്പോഴും നല്ല അഭിപ്രായം, ഒരുപാട് പേര് ആസ്വദിച്ചിട്ടുള്ള മികച്ച അഭിപ്രായം വന്നിട്ടുള്ള, പേപ്പർ വ്യൂസിൽ വരെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള OTT ഉള്ള സിനിമയാണ് ഭരതനാട്യം. സെപ്റ്റംബർ ഓണക്കാലം. ഈ ഒരു പാട്ടാണ് എനിക്ക് ഓണക്കാലത്ത് ഓർമ്മ വരാറുള്ളത്. ഒരു ഓണപ്പുസ്തകം പരിചയപ്പെടുത്താം. ഖൗട്ട രാജേഷിൻ്റെ ഓണക്കാല ഓർമ്മകൾ, ജവാനും തുമ്പപ്പൂവും. ഈ പുസ്തകം പക്കി FM-ൽ വായിക്കുവാനായി പക്കി കോക്ക് 123 എന്ന കോഡ് അമർത്തുക. ഓണം ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഫെസ്റ്റിവൽ സീസണാണ്. റിലീസസിൽ ARM, കിഷ്കിന്ധകാണ്ഡം, കൊണ്ടൽ. ഇതിൽ ARM മഹാവിജയം, ലിസിൻ സ്റ്റീഫൻ്റെ കേട്ടുപാടുകൾ തീർത്ത, അത്രയും പൈസ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മഹാവിജയം. 3Dയിലും 2Dയിലും കുടുംബവും കുട്ടികളും നിരങ്ങിയിട്ടുള്ള സിനിമ ARM. കിഷ്കിന്ധകാണ്ഡം വാസ് എ സർപ്രൈസ് ഹിറ്റ്. കാരണം കിഷ്കിന്ധകാണ്ഡം നല്ലൊരു സിനിമയാവും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും വലിയ വിജയമാവും, ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കും, നിരന്തരം നല്ല അഭിപ്രായം വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ വലിയ രീതിയിൽ വിജയിക്കുകയും വളരെ മികച്ച ക്രിട്ടിക്കൽ അപ്രീഷിയേഷനും നേടിയിട്ടുള്ള സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം. കൊണ്ടൽ വലിയ അഭിപ്രായം ഉണ്ടാക്കിയില്ല, തിയേറ്ററിൽ വലിയ ചലനവും സൃഷ്ടിക്കാതെ വന്നു, അതുപോലെ തന്നെ പോയി. കഥ ഇന്നുവരെ മേപ്പടിയൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വിഷ്ണു മോഹൻ്റെ സിനിമയാണ്. ബിജു മേനൻ ഉണ്ട്. ബിജു മേനൻ ഒരു അണ്ടർ റേറ്റഡ് ഗുണ്ട് മേക്കറാണ് 2024. കാരണം അദ്ദേഹം ഓൾറെഡി തുണ്ട് ഗുണ്ടായി, അതുപോലെ തന്നെ നടന്ന സംഭവം ഗുണ്ട്, അതിനുശേഷം കഥ ഇതുവരെ അതും ഗുണ്ട്. സുരാജും ബിജു മേനോനും തമ്മിലാണ് 2024 വൻ കോമ്പറ്റീഷൻ. പിന്നെ ധ്യാനെ തോട്ടം മുട്ടിയാത്. ഈ സിനിമയുടെ ഒരു ഇൻ്റർവ്യൂവിൽ നിഖില വിമല പറഞ്ഞു, മേപ്പടിയനിൽ വിളിച്ചപ്പോൾ അഭിനയിക്കാൻ പോവാതിരുന്നു, അതിലൊരു തേങ്ങ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ തേങ്ങ ഉണ്ട് എന്ന് വിചാരിച്ച് പോയിട്ട് അഭിനയിച്ച കഥ ഇതുവരെ കോട്ട തേങ്ങയായി പോയി. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടിയുള്ള സിനിമ, കാനിൽ പോയിട്ടുള്ള സിനിമ, ബരാക് ഒബാമ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമ. പക്ഷേ ഇവിടുത്തെ ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള മലയാളികളിൽ അതൊരു തൊണ്ടുപടം എന്ന നിലയ്ക്കാണ് കണ്ടിട്ടുള്ളത്. അത് തന്നെ ടെലിഗ്രാമിലാണ് കണ്ടിട്ടുള്ളത്. തിയേറ്ററിൽ ആരും പോയിട്ടില്ല. തിയേറ്ററിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പൊട്ടിയ സിനിമയാണ്. പക്ഷേ ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. കപ്പ് ലവ് ഓൾ പ്ലേ, സഞ്ജു വി ഡയറക്ഷൻ. കൊറോണ ഗുണ്ട കുറച്ച് പഴയ സിനിമയാണ്. ബേസിൽ ജോസഫ് ഉണ്ട്. ബേസിൽ ജോസഫിന് ചീത്തപ്പേരുണ്ടാക്കിയ സിനിമയാണ് കപ്പ. ചിത്തിനി, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ചീറ്റിപ്പോയ മറ്റൊരു ഗുണ്ട്, അതാണ് ചിത്തിനി. അദ്ദേഹം ലാസ്റ്റ് ഡയറക്റ്റ് ചെയ്ത സിനിമ കള്ളനും ഭഗവതിയും. മോക്ഷ വനിതാ വിനിതയിൽ വരുന്നു, സിനിമ കാണുന്നു, മോക്ഷം കിട്ടാതെ തിരിച്ചു പോകുന്നു. ഗുമസ്തൻ, അമൽ കെ ജോബി ഡയറക്റ്റ് ചെയ്ത സിനിമ. തിയേറ്ററിൽ ചീറ്റിപ്പോയൊരു സിനിമയാണ്. പക്ഷേ OTT വന്നപ്പോൾ കുറേ പേരൊക്കെ കണ്ടാൽ കൊള്ളാം, കണ്ടില്ല അല്ലെങ്കിൽ കൊള്ളൂല. ഒക്ടോബർ മാസം പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണ പാർട്ട് 1-ൽ പരിചയപ്പെടുത്തിയിട്ടുള്ള പുസ്തകത്തിൻ്റെ 2ാമത്തെ വോളിയമാണ്. മറ്റാരുടേതുമല്ല, ഓച്ചിറ ബാസിയുടെ ഓയോ റൂമിലെ ഉറകൾ എന്ന് പറയുന്ന വൻ വിജയമായിട്ടുള്ള പുസ്തകം. അതിനുശേഷം വാളിയം 2 ഓച്ചിറ ബാസി തന്നെ എഴുതിയിട്ടുള്ള
നിരോധിച്ച നിരോധകൾ. ഈ പുസ്തകം ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇത് ഒരു പ്രണയ കാവ്യമല്ല, ആയ റൂമിൽ മുറിയെടുക്കുന്ന കമിതാക്കളുടെ രോധന. കുമ്മാട്ടിക്കളി ആണ് ഒക്ടോബറിലെ ആദ്യ സിനിമ. മോനാണ്, സുരേഷ് ഗോപിയുടെ മോനാണ് അഭിനയിച്ചിരിക്കുന്നത്. മാധവ് സുരേഷ് ഒരു നെപ്പ ഗുണ്ട് എന്ന് പറയാം. 8 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമ. ഷാനവാസ് ബാവക്കുട്ടിയുടെ ഒരു കട്ടിൽ ഒരു മുറി. രഘുനാഥ് പലേരി അദ്ദേഹത്തോട് തന്നെ ചെയ്ത ഒരു ദ്രോഹം. ഒഴിഞ്ഞ കസേരകൾ മാത്രം, ഒരു കട്ടിൽ ഒരു മുറി കാണാൻ. തെക്ക് വടക്ക് പ്രേംശങ്കർ സംവിധാനം. വിനായകൻ, സുരാജ്. ഞാൻ പറഞ്ഞില്ലേ, സുരാജ് നൈസായിട്ട് സൈഡിൽ കൂടെ പൊട്ടിച്ച് പോയിട്ടുണ്ട് ബിജുമേനോൻ്റെ കൂടെ. തെക്ക് വടക്ക് എല്ലാ ദിക്കുകളിലും പൊട്ടിയിട്ടുള്ള ഒരു സിനിമ. ബുഗൻവില്യ, അമൽധീരത്ത് സിനിമ ഗംഭീര ഒരു സിനിമ ആകേണ്ടതായിരുന്നു. പക്ഷേ അവസാനം ക്ലൈമാക്സിൽ ഒരു കാര്യമില്ലാതെ സ്ത്രീ ശാക്തീകരണം ഛർദ്ദിച്ച് വെച്ച് എന്തണിക്ക ഇവനൊക്കെ ഇത്രണിക്ക എന്നൊക്കെ ശ്രദ്ധയെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് ഒരു ആവറേജ് പടം ആക്കി ഒതുക്കി കളഞ്ഞു. തിയേറ്ററിലും അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പൊറാട്ട നാടകം, നൗഷാദ് സാഫ്രോൺ, സൈജു കുറുപ്പ്. ധർമ്മജൻ്റെ തിരിച്ചുവരവും തിരിച്ചുപോക്കും. 16 നിലയിൽ പൊട്ടിയ സിനിമ. പണി, ജോജു ജോർജിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ പടം. അദ്ദേഹം തന്നെ നായകൻ. മികച്ച രീതിയിൽ അഭിപ്രായം വന്നിട്ടുള്ള, വിജയിച്ചിട്ടുള്ള സിനിമ. പക്ഷേ ജോജുവിന് നൈസായിട്ട് സൈഡിൽ കൂടെ ഒരു ഫോൺ കോളിൻ്റെ പേരിൽ പണി കിട്ടിയിട്ടുള്ള സിനിമ. OTT വെയിറ്റിംഗ്. പല്ലൊട്ടി, 90s കിഡ്സ്. ഡയറക്ടർ ജിതിൻ രാജ് പി. നല്ല ഒരു കുട്ടികളുടെ ചിത്രമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സിനിമ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അതിൻ്റെ വിധി. ഒക്ടോബർ മാസം ധ്യാനിൻ്റെ ബോംബ് വർഷം ഇല്ലാതെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നല്ലൊരു ത്രയംബക ഗുണ്ട് തന്നെ ധ്യാൻ ഈ മാസം അവസാനം പൊട്ടിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് ത്രയം. കൂടാതെ സൈഡിൽ കൂടെ പിന്നെ ഏറുപടക്കമായിട്ട് നമ്മുടെ ലാലു സണ്ണിവേനുണ്ട്. നവംബർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് NNN ആണ്. നോ നാട്ട് നവംബർ. ഈ അവസരത്തിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. എനിക്ക് ഷെക്സ്പിയറിന് അവൾ ഷെക്ഷിയാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് കഴപ്പേഷ് കുമാർ അറട്ടുപുഴ. ഈ പുസ്തകം ഫ്രീ ആയി വായിക്കുവാൻ പക്കി FM-ൽ പക്കി കോക്ക് 123 എന്ന് അടിച്ചു കയറ്റുക. ഞാൻ വീഴ്വേ എന്ത് നിനത്തായ ധ്യാൻ എവിടെ നിർത്തി എവിടെ തുടങ്ങി. ഒക്ടോബറിലെ ലാസ്റ്റ് ബോംബിന് ശേഷം നവംബറിലെ ആദ്യ ബോംബ്, ഒരു കുരുത്തോല പടക്കം തന്നെ പൊട്ടിച്ചുകൊണ്ട് ധ്യാൻ. അതായത് ധ്യാനിന് വലിയ പാറ്റേൺ ടാങ്കോ ബാലിസ്റ്റിക് മിസൈലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കുരുത്തോല പടക്കം മതി. ബിജു മേനോനും സുരാജൊന്നും മുട്ടാൻ നിൽക്കണ്ട, മുട്ടോളെത്തൂല. ഇത് ഐറ്റം വേറെ 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 മാതിരിയാണ് ധ്യാൻ. ഓശാന, ഐ ആം ഖാതലൻ, ഇന്ത്യയിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ഹാക്കിംഗ് സിനിമ. ഐ ആം ഖാതലൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഗിരീഷ് ഷെട്ടി പ്രേമലുവിന് ശേഷം. നെസ്ലേൻ വിത്ത് ഹിം പ്രേമലിന് ശേഷം. പക്ഷെ പടം വിജയിച്ചില്ല. മുറ, മുഹമ്മദ് മുസ്തഫ. പുതിയ പിള്ളേരെ വെച്ച്, പുതിയ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പ്രൊഡ്യൂസർ തമീൻ്റെ മോനാണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം. പക്ഷേ മാലാപർവ്വതിക്കുള്ള സിനിമ പക്ഷേ നല്ലൊരു അഭിപ്രായം വന്ന സിനിമയായിരുന്നു. വലിയ വിജയമൊന്നായില്ലെങ്കിലും പറയിപ്പിച്ചില്ല. അതാണ് മുറ. ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം, MA നിഷാദ് സിനിമ. 3 മണിക്കൂർ കരിമരുന്ന് പ്രയോഗം, 8 തടവില്ലാതെ ഠും ഠും ഫുടും ഠും പടപ്പട ഠും പറഞ്ഞ് തൃശ്ശൂർ പൂരം പോലെ പൊട്ടിയിട്ടുള്ള സിനിമയാണ് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം. ആനന്ദ് ശ്രീബാല, വിനയൻ്റെ മോൻ വിഷ്ണു വിനയ് സംവിധാനിച്ച സിനിമ. അർജുൻ അശോകൻ, അരസി അശോകൻ്റെ മോൻ. അങ്ങനെ കുറച്ച് എപ്പോ പരിപാടിയാണ്, പക്ഷേ ഒത്തില്ല. ഹലോ മമ്മി, വൈശാഖ് LS സംവിധാനം ചെയ്തിട്ടുള്ള ഹൊറർ കോമഡി. തിയേറ്ററിൽ ഇടത്തരം വിജയം നേടുകയും ഇടത്തരം അഭിപ്രായം വന്നിട്ടുള്ള സിനിമയാണ്. ഷറഫു, ഐശ്വര്യലക്ഷ്മി. സൂക്ഷ്മ ദർശിനി മെഗാ ഹിറ്റ്, വാൻ ഹിറ്റ്. MC ജിതിൻ ഡയറക്ടർ, ബേസിൽ ജോസഫ്, നസ്രിയയുടെ കംബാക്ക്. അന്യായ പടം, അന്യായ ഹിറ്റ്. ഞാൻ കണ്ടതാ സാറേ, പക്ഷേ സിനിമ ആരും കണ്ടില്ല. വരുൺ പണിക്കർ ഡയറക്ടർ. ഇന്ദ്രജിത്തിൻ്റെ ഇൻഫിനിറ്റ് തിരിച്ചുവരവ്. അർജുൻ രമേഷ് സംവിധാനം ചെയ്തിട്ടുള്ള പരാക്രമം, തിയേറ്ററിൽ ബോംബാക്രമം. സിജു സണ്ണിയും ജോമോൻ ജ്യോതിരൊക്കെ വാഴയ്ക്ക് ശേഷം അഭിനയിച്ച് അങ്ങനെ വന്ന ഒരു സിനിമയായിട്ട് വന്നതാണ്. പക്ഷേ വൻ ആക്രമണമായി പോയി. ഒരു ടർക്കിഷ് തർക്കം, ഹാലു, സണ്ണി വെയിനും ലുക്മാനും ഇവർ വിവാദം ഉണ്ടാക്കാൻ നോക്കി, എന്നിട്ട് പോലും ആർക്കും വേണ്ടാത്ത സിനിമ, അതുപോലെ പൊട്ടിത്തെറിച്ച സിനിമ. അതാണ് ഒരു ടർക്കിഷ് തർക്കം. ഡിസംബർ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മന്താണ്. ഡിസംബർ എന്ന് പറയുമ്പോൾ ക്രിസ്മസും കുറ്റികളും ഒക്കെയുള്ള ഒരു മാസം. ഈ അവസരത്തിൽ ഒരു പുസ്തകം പരിചയപ്പെടുത്താം. അമൃതം പറ്റിയും കുറ്റികളും. അമൃതം പറ്റിയും കുറ്റികളും. പോക്കണംകോട്
പൊന്നേട്ടൻ്റെ ഈ പുസ്തകം വായിക്കുവാനായി പക്കി FM-ൽ കോഡമർത്തുക പക്കി കാക്ക് 1 2 3. ഡിസംബറിലെ ആദ്യ സിനിമ രുദ്രം. ജിജോ ലോൺ ഡയറക്ടർ. അപർണ ബാലമുരളി, രാജ്ബി ഷെട്ടിയൊക്കെ അഭിനയിച്ച സിനിമ. രാജ്ബി ഷെട്ടി ടർബോ എന്ന് ഹെലികോപ്റ്ററിൽ പാറി വന്ന് നേരെ വീണത് ഈ പടത്തിലേക്കാണ്. പക്ഷേ പടം 8 നിലയിൽ പോട്ടെ. റൈഫിൾ ക്ലബ്, ആഷിഖ് അബുവിൻ്റെ വൻ തിരിച്ചുവരവ്. കിടിലം പടം, അന്യായ പടം, ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മാർക്കോ ദ മോസ്റ്റ് വയലന്റ് ഫിലിം എവർ ഇൻ മലയാളം എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തിട്ട് അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമ. വെടിച്ചിൽ പടം. ഇൻകാർണേഷൻ ഓഫ് എ സൂപ്പർ സ്റ്റാർ, എ പാൻ ഇന്ത്യൻ സ്റ്റാർ. ഉണ്ണി മുകുന്ദനെ വേറെ ലെവലിൽ എത്തിച്ചിരിക്കുന്ന പടം. ഓൾറെഡി 100 കോടി കഴിഞ്ഞു. പല ഭാഷകളിൽ നോർത്തിലൊക്കെ വൻ പരിപാടിയാണ് നടക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ആ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞു. അതുപോലത്തെ പടമാണ്. രവി ബസ്രൂറിൻ്റെ OST കേൾക്കുക, യൂട്യൂബിലുണ്ട്. ഏതാ സാധനം, പെട്ട സാധനം. അങ്ങനെ മാർക്കോ വല്ലാത്തൊരു ഹിറ്റാണ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ED എക്സ്ട്രാ ഡീസൻറ്റ്, ആമീർ പള്ളിക്കൽ ഡയറക്റ്റ് ചെയ്ത സിനിമ, സുരാജ് നായകൻ. ഈ മാർക്കോയ്ക്കും റൈഫിൾ ക്ലബിനും ഇടയിൽ പെട്ടിട്ട് സൈഡായി പോയൊരു പടമാണ് ED. ഫെറോസ്, സാക്ഷാൽ മോഹൻലാൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ, വലിയ ബജറ്റുള്ള സിനിമ, ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ചിട്ടുള്ള സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവരായ കുട്ടികൾക്കും കാണാവുന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബരോഷ് പൊട്ടിയ അവസ്ഥയിലാണ് ഉള്ളത്. കാരണം കുട്ടികൾക്ക് വേണ്ടി മാത്രം അങ്ങനെ എന്തൊക്കെ മണ്ടത്തരാന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ യൂണിവേഴ്സിൽ അങ്ങനെ ഒരു സിനിമയില്ല. ഇപ്പോൾ ഞാൻ പെപ്പ പിഗ് കാണാറുണ്ട്, ഞാൻ ആസ്വദിക്കാറുണ്ട്. ഇപ്പോഴും ബാലരമ വായിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്കായിട്ട് മാത്രം, അതായത് രക്ഷിതാക്കൾ സഹിച്ചിരിക്കുകയും കൂടെ പോകുന്ന ആളുകൾ സഹിച്ചിരിക്കുകയും കുട്ടികൾ മാത്രം കണ്ട് അങ്ങനെ രസിക്കുന്ന അങ്ങനെ ഒരു സിനിമ വിജയിച്ച ചരിത്രമില്ല. കാർട്ടൂൺ പോലും അങ്ങനെ വിജയിക്കില്ല, ആനിമേഷൻ പടങ്ങൾ പോലും അങ്ങനെ വിജയിക്കില്ല, എന്തിന് TV-യിൽ പോലും വിജയിക്കില്ല. പിന്നെയാണ് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഇത് കുട്ടികൾ മാത്രം, എന്നിട്ട് കുറേ പ്രൊപ്പഗാൻഡ. കുറേ ആൾക്കാരെ പറയും ഇത് കുട്ടികൾ കാണുന്ന സിനിമയാണ്, വലിയ ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും പറയരുതെന്നൊക്കെ. എന്തൊക്കെ മണ്ടന്മാരുടെ നാട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കിയും. ലയൺ കിങ്ങൊക്കെ കുട്ടികൾ മാത്രം ഒളിച്ചോടി പോയി കണ്ടതാണ്, പേരൻസ് ഒന്നും അറിയാതെ. എല്ലാവർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റും, അല്ലാതെ ഒരു പ്രത്യേക ജോൺറ ഇന്ന ആളുകൾക്കെന്ന് മാത്രമല്ല. തിരിച്ച് വൈസ് വേഴ്സ പറയാം, വലിയ ആളുകൾ ആസ്വദിക്കുന്ന 18+ പടങ്ങൾ കുട്ടികൾ ആസ്വദിക്കാൻ പാടില്ല, കുട്ടികൾക്ക് പറ്റുകയില്ല. പക്ഷെ തിരിച്ച് പറ്റും. തിരിച്ച് കുട്ടികൾ കാണുന്ന എന്ത് സാധനം വലിയ ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റും. ലോകത്ത് വലിയ വിജയം നേടിയിട്ടുള്ള എല്ലാ സിനിമകളും, യൂണിവേഴ്സിലെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ സിനിമകളും, അതിപ്പോൾ അല്ല അവതാറായി കഴിഞ്ഞാലും ഏത് പടമായി കഴിഞ്ഞാലും, നിങ്ങൾ ഏതിപ്പോൾ കേരളത്തിൻ്റെ മൈഡിയർ കുട്ടിച്ചാത്തനെ എടുത്തോ, അത് പാടം ക്വാളിറ്റി ഇല്ലെങ്കിലേ അത് സമ്മതിക്കുക. അല്ലാതെ സിനിമ കാണാത്തവർ അഭിപ്രായം പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സിനിമ അതിൻ്റെ നിലവാരം കാണിച്ചു. ലാലേട്ടൻ തെങ്ങിൻ്റെ കുണ്ടയിലൊക്കെ കയറിയിരിക്കുക, വെള്ളത്തിന് നടുക്ക്, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് കണ്ടാൽ ചിരി വരില്ലേ? കുട്ടികൾക്ക് വരെ ചിരി വരുന്നു. ഏതൊക്കെയോ ഇതിൽ ഞാൻ കണ്ട് കുട്ടികളുടെ റെസ്പോൺസ്. കുട്ടികൾ തന്നെ ചോദിക്കും ഇത് എന്തുവാന്ന്. അതാ പറഞ്ഞത്. അപ്പോൾ സിനിമ ഒത്തില്ല, അതിൻ്റെ റിസൾട്ട് ബറോസിനുണ്ടായി. അങ്ങനെ ഒരു അമൃതം പൊടി ഗുണ്ടോടുകൂടി 2024 അവസാനിക്കുകയാണ്. ഞാൻ ബരോഷയുടെ കൂടി ഖതം ഗയ. ഗുഡ് ബൈ, ടാറ്റ.